എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലൂഫി അവനാണെങ്കിൽ ബിഗ് മോമിന്റെ അമ്മയുടെ ഫോട്ടോ അത് തല്ലി പൊട്ടിക്കാൻ 100 വട്ടം സമ്മതമാണെന്ന് അവിടെയുള്ള എല്ലാവരും അറിയിക്കുകയാണ്. അവർക്കാണെങ്കിൽ അത് കേട്ട് പേടിയാവും. ഓൾറെഡി ലൂഫിക്ക് അരപ്പിരി കുറവാണ്. ഇങ്ങനൊരു കാര്യം അത് ലൂഫി ചെയ്ത എത്രത്തോളം സക്സസ് ആവുമെന്ന് അവർക്ക് അറിയില്ല. ലൂഫി ആണെങ്കിൽ സിമ്പിളായിട്ട് പറയും, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യും. എൻ്റെ കയ്യിൽ ഒരു നല്ല പ്ലാൻ ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ ക്യാഷ്വലായിട്ട് നിൽക്കുകയാണ്. പോംസ് ആണെങ്കിൽ ലൂഫിയോട് തീർത്ത് പറയും, ചാഞ്ചിയും പെറ്റോയും അവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്ന ആ സമയത്ത് വേണം നീ ആ ഫോട്ടോ തല്ലി പൊട്ടിക്കാൻ. അതാണ് എക്സാക്ട് കറക്റ്റ് ടൈം. ചാഞ്ചിയും പുട്ടിങ്ങും വിവാഹം കഴിക്കുന്ന സമയത്ത് ലൂഫി കറക്റ്റായിട്ട് ആ ഒരു പിക്ചർ അത് പൊട്ടിക്കണം. ആ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ അത് മാരേജിൽ മാത്രമായിരിക്കും. ഫോട്ടോ പൊട്ടിയത് കാണേണ്ട താമസം ബിഗ് മോം അവൾ നിലവിളിച്ച് കരയും. അവളുടെ ശബ്ദവും ഹോക്കി പവറും പുറത്തേക്ക് വരേണ്ട താമസം അവിടെയുള്ള എല്ലാവരും ആ പവറിൽ പെട്ട് ഫ്രീസ് ആവും. ആ ഗ്യാപ്പിൽ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് അവളെ അറ്റാക്ക് ചെയ്യണം. ബാക്കിയുള്ളവർ ചേർന്ന് വിങ് സ്മോക്ക് ഫാമിലിയെ അവിടുന്ന് രക്ഷിക്കണം. ആഞ്ചി പ്രത്യേകം കെയർഫുൾ ആയിരിക്കണം, കാരണം അവൾ വെഡ്ഡിംഗ് ടൈമിലാണ് നിന്നെ ഷൂട്ട് ചെയ്യാൻ കരുതിയിരിക്കുന്നത്. അവൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവളുടെ കണ്ണ് തട്ടിമാറ്റി അവിടുന്ന് രക്ഷപ്പെട്ട് കളയണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ളത് വെറും 5 സെക്കൻഡ് മാത്രമാണ്. അവളെ കൊന്നു കഴിഞ്ഞാൽ പറക്കാൻ കഴിയുന്ന സീസറിന്റെ സഹായത്താൽ നമ്മൾ ഫ്ലൈ ചെയ്ത് ഈ മിറർ ഡയമെൻഷനിലൂടെ രക്ഷപ്പെട്ടു പോകും. ആ ബീസ്റ്റ് ലേഡി ബ്രൂലി ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. കാരണം അവളിലൂടെ അവർ രക്ഷപ്പെട്ടു പോയാൽ അത് അവൾക്ക് കിട്ടുന്ന വലിയൊരു അടിയായിരിക്കും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൾ തലകുലുക്കും. ഡ്രസ്സിംഗ് റൂമിൽ സാധാരണ വലിയ മിറേഴ്സ് ആണ്. അതുപയോഗിച്ച് നമുക്ക് എല്ലാവർക്കും അതിലൂടെ രക്ഷപ്പെട്ട് കപ്പലിലേക്ക് സിമ്പിളായിട്ട് എത്താൻ പറ്റും. പിന്നെ നമ്മൾ ആരെയും തടയാനോ പിടിക്കാനോ ഒരു കാരണവശാലും വരില്ല. ഇവിടെ ബ്രൂലിക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. കാരണം അവളുടെ ആ പവറിലൂടെ അവർ രക്ഷപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും ബിഗ് മോം അവളെ വെറുതെ വിടില്ല. മിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള അലയൻസ് അത് അവിടെ വെച്ച് നിൽക്കും. എത്രയും വേഗം എല്ലാവരും ഐലാൻഡ് വിട്ട് രക്ഷപ്പെട്ടു പോകണം. അത് അവരവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് പ്ലാനിംഗ് ഒക്കെ കറക്റ്റായിട്ട് നടത്തി ഇപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. അവരുടെ മുൻപിൽ ടീ പാർട്ടി നടക്കാനായിട്ട് 2.5 മണിക്കൂറാണ് ബാക്കിയുള്ളത്. സാഞ്ചി ഇപ്പോൾ എത്രയും വേഗം അവൻ്റെ റൂമിലേക്ക് പോകണം. ബാക്കിയുള്ളവർ സെക്യൂരിറ്റീസിന്റെ വേഷത്തിൽ അവിടേക്ക് കടന്നു ചെല്ലണമെന്ന് പറഞ്ഞ് അവരിപ്പോ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ബോബിനെ കാണിക്കും. അവന് ചുറ്റും ഒരുപാട് വില്ലന്മാരും സെക്യൂരിറ്റീസും ഒക്കെ കൂടി നിൽക്കുകയാണ്. ബോബിനെ ആര് ഷൂട്ട് ചെയ്തു, ആരാണ് ഇവനെ കൊന്നതെന്നൊക്കെ ചോദിച്ച് അവരങ്ങനെ ഫുൾ കലിപ്പിൽ നിൽക്കും. ഉടനെ ചില സോൾജിയേഴ്സ് സാഞ്ചി അവൻ പുറത്തേക്ക് പോയ കാര്യം ആ വില്ലനോട് പോയി പറയാണ്. അത് കേൾക്കേണ്ട താമസം അവന്റെ സംശയം അത് ഇരട്ടിക്കുകയാണ്. ഒന്നുകിൽ സാഞ്ചി അല്ലെങ്കിൽ ആ സ്ട്രോ ഹാറ്റ്. ഇവരിൽ ആരോ ഒരാളാണ് ഇതിനെല്ലാം പിന്നിൽ. ഉടനെ ആ വില്ലനാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയുടെ റൂമിനടുത്തേക്ക് വരും. ആ സെക്യൂരിറ്റീസിനോട് സാഞ്ചി അകത്തുണ്ടോ, അവൻ പുറത്തു പോയിരുന്നോ, നിങ്ങൾ അവനെ നോക്കിയിരുന്നോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അതിനവര് പറയും ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഇവിടെ തന്നെയുണ്ട്. സാഞ്ചി അവൻ എവിടെയും പോയിട്ടില്ല. അവൻ കൂർക്കം വലിച്ച് അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറയും. അത് കേട്ട ആ വില്ലനാണെങ്കിൽ ഡോറിൽ ആഞ്ഞ് തട്ടുകയാണ്. ഡോറിൽ തട്ടുന്ന സൗണ്ട് കേട്ട് ആ തൊപ്പിക്കാരൻ സെക്യൂരിറ്റി അവൻ ചാടി എഴുന്നേക്കും. അവനാണെങ്കിൽ ഡോർ തുറക്കാൻ പേടി. സാഞ്ചി വെളിയിൽ പോയ കാര്യം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമാണ്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ സാഞ്ചി അവൻ ആ റൂമിലേക്ക് ചാടി വന്ന് ഡോർ തുറക്കുക. സാഞ്ചിയെ കണ്ട് ആ മെയിൻ വില്ലൻ ഷോക്കാവും. അവൻ സാഞ്ചിയോട് ചോദിക്കും, ഇന്നലെ മുതൽ ഈ സമയം വരെ ഈ റൂമിൽ തന്നെ ആയിരുന്നോ? അതിന് സാഞ്ചി പറയും, അതെ, ഞാൻ ഈ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നോടൊപ്പം ഈ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമെന്ന് പറയും. അതിന് സെക്യൂരിറ്റിയും തലയാട്ടി സാഞ്ചി റൂമിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയും. അടുത്ത നിമിഷം സാഞ്ചി ആണെങ്കിൽ ആ ഡോറ് വലിച്ചടയ്ക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് സാഞ്ചി അവിടേക്ക് വന്ന രംഗം കാണിക്കും. അവൻ എയർവാക്ക് ചെയ്ത് ജനലിലൂടെ റൂമിനകത്ത് കടന്നു. അതിനുശേഷം ആ സെക്യൂരിറ്റിയെ മിരട്ടി നൈസായിട്ട് ആ വില്ലന്മാരെ പറ്റിച്ച് അവരോട് നുണ പറഞ്ഞു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബിഗ് മോമിന്റെ ഐലാൻഡ് കാണിക്കും. അവിടെ ഇന്ന് എല്ലാവർക്കും ഹോളിഡേ ആണ്. കല്യാണം അടിച്ചു പൊളിക്കാനായിട്ട് എല്ലാവരും ജോലിയൊക്കെ നിർത്തിവെച്ച് ആഘോഷത്തിൽ അങ്ങനെ പങ്കെടുക്കും. ബിഗ് മോമിന്റെ ഐലാൻഡിലുള്ളവർക്ക് മാത്രമല്ല, ജെറമിയ 66ന്റെ സോൾജിയേഴ്സിനും അവർക്കും ഇന്ന് ഹോളിഡേ ആണ്. അവർക്കാർക്കും ഇന്ന് പാലസിലേക്ക് പ്രവേശനമൊന്നുമില്ല. പക്ഷെ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ആ ഐലാൻഡിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കാം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ജെറമിയ ഫാമിലിയെ കാണിക്കും. അവരാണെങ്കിൽ മാരേജിന് വേണ്ടി തയ്യാറാവാണ്. അപ്പോഴായിരിക്കും അവരൊരു കാര്യം ചിന്തിക്കുക, റേച്ചുവെ അവളെ ഇന്നലെ മുതൽ അവിടെ എവിടെയും കാണാനില്ല. അവരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റിയോട് റേച്ചുവിനെ കുറിച്ച് ചോദിക്കും. അതിനാള് പറയും, കുഴപ്പമൊന്നുമില്ല മാഡം, അടുത്ത റൂമിലുണ്ട്,
ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാണ്. എത്രയും വേഗം അവർ മാൻഷനിലേക്ക് എത്തും. ആരെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. എത്രയും വേഗം റെഡി ആയിട്ട് മാൻഷനിലേക്ക് വരാൻ പറയും. മറ്റൊരു ഭാഗത്ത് ബിഗ് മോം ആണെങ്കിൽ നിലവിളിക്കുകയാണ്. അവളുടെ അസിസ്റ്റന്റ് ആ സണ്ണും ക്ലൗഡും അവറ്റകൾ രണ്ടും കാര്യം അന്വേഷിക്കും. അതിന് ബിഗ് മോം പറയും, ഈ ബ്രൂക്ക് ഇവൻ അനങ്ങുന്നില്ല, ഇവന്റെ കാറ്റ് പോയെന്നാണ് തോന്നുന്നത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കിയതാണ് ഇവനെ. അതിന് സണ്ണാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അവന്റെ കാറ്റ് പോയെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല, ഇതിനേക്കാൾ നല്ല പെറ്റ് ക്രീച്ചറിനെ മാഡത്തിന് കിട്ടും. ഇന്ന് നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമാണ്. ഇന്നാണ് സാഞ്ചിയുടെയും ഒട്ടിങ്ങിന്റെയും വിവാഹം. അത് കേൾക്കേണ്ട താമസം അവൾ ആ ബ്രൂക്കിനെ വലിച്ചെറിയും. അതിനുശേഷം ഹാപ്പി ആയിട്ട് കൈകൊട്ടി ചിരിക്കുകയാണ്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ വലിയ വെഡ്ഡിംഗ് കേക്ക് അതിന്ന് കഴിക്കാൻ പറ്റും എന്നതാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് പെപ്പോംസിനെ കാണിക്കും. അവനാണെങ്കിൽ എന്നെ അഴിച്ചുവിട്, എനിക്ക് ബിഗ് മോമിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ബഹളം വെക്കും. അതിനവരെല്ലാവരും ചേർന്ന് അവരെ ടൈറ്റായിട്ട് ലോക്ക് ചെയ്ത് കഴിക്കാനുള്ള ഫുഡൊക്കെ അടുത്ത് കൊണ്ടുവന്ന് വെക്കും. നിന്നെ തീർച്ചയായിട്ടും ആരെങ്കിലും രക്ഷപ്പെടുത്താതിരിക്കില്ല, ഞങ്ങൾക്കിപ്പോ ഇവിടുന്ന് പോയേ മതിയാവുന്ന അവർ പറയും. അത് കേൾക്കുമ്പോൾ തന്നെ പെപ്പോംസിന് മനസ്സിലാവും ഇവരെല്ലാവരും ബിഗ് മോമിനെതിരെ എന്തോ ചെയ്യാൻ പോവാണെന്ന്. കാരണം സൺ പൈററ്റ്സ് ബിഗ് മോമിന്റെ അണ്ടറിലുള്ള പൈററ്റ് ടീമാണ്. അവർ ഇവിടം വിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബിഗ് മോമിനെ ഉപേക്ഷിക്കുന്നു എന്നാണ്. ആക്ച്വലി സൺ പൈററ്റ്സിനോട് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ജിംബൈ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ജിംബൈ ഒരിക്കലും ഇനി ബിഗ് മോമിന്റെ അസിസ്റ്റൻസ് ആയിട്ട് മുൻപോട്ടേക്ക് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആ കാര്യം അവൻ അവളോട് തുറന്നു പറഞ്ഞു. പക്ഷേ അവന്റെ തീരുമാനങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ ഒരു വീൽ എങ്ങനെ കറക്കി കാണിച്ച് അവനോട് എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യാൻ അവൾ ആവശ്യപ്പെട്ടു. അത് മാത്രമല്ല, സാഞ്ചിയുടെ ഫാമിലിയെയും ലൂഫിയൻ ടീമിനെയും എല്ലാവരെയും അവൾ ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ജിംബയും ലൂഫിയും കപ്പോണിനോട് കൂടെ ചേർന്ന് ബിഗ് മോമിനെ തകർക്കാൻ പോവുകയാണെന്ന് അവരെ നേരത്തെ തന്നെ അറിയിച്ചതാണ്. അതുമാത്രമല്ല, ജിംബൈ അവൾക്കെതിരെ തിരിഞ്ഞാൽ അവൾ ആദ്യം ഉപദ്രവിക്കുക സൺ പൈററ്റ്സിനെയാണ്. അതുകൊണ്ട് അവസാനമായിട്ട് ജിംബൈ അവരോട് പറഞ്ഞ കാര്യം എത്രയും വേഗം ഐലാൻഡ് വിട്ട് രക്ഷപ്പെട്ടു പോകണം എന്നാണ്. മാൻഷനിലെ ടീ പാർട്ടി അത് നടക്കുന്നത് കൊണ്ട് തന്നെ മാൻഷന് പുറത്ത് സെക്യൂരിറ്റി വളരെ വീക്കായിരിക്കും. ബിഗ് മോമിനെ കൊല്ലുന്ന അതേ ഗ്യാപ്പില് അവരോടും ഈ ഐലാൻഡ് വിട്ട് പോകണം എന്നാണ് ജിംബൈ പറഞ്ഞത്. പക്ഷെ സൺ പൈററ്റ്സിനാണെങ്കിൽ അപ്പോഴും ജിംബയെ കുറിച്ച് ഓർത്ത് ഒരുപാട് പേടിയും ടെൻഷനും ഉണ്ടായിരുന്നു. ജിംബൈ ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ കൺവിൻസ് ചെയ്ത് സമാധാനിപ്പിച്ചാണ് ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിപ്പിച്ചത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. മാൻഷനിലാണെങ്കിൽ വിൻസ്മോക്ക് ഫാമിലി അവരെല്ലാവരും ഹാപ്പിയായി ടീ പാർട്ടി നടക്കുന്ന ആ 3rd ഫ്ലോർ ലക്ഷ്യമാക്കി നടക്കുകയാണ്. അതിനിടയിൽ റേച്ചുവും അവരുടെ കൂടെ ജോയിൻ ചെയ്യും. വിൻസ്മോക്കിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ബിഗ് മോമുമായിട്ട് ഒന്നിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന നേട്ടം അത് വളരെ വലുതാണ്. അതോർത്ത് ആള് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. ഉടനെ ഒരു ഗാർഡ് ആണെങ്കിൽ വിൻസ്മോക്ക് ഫാമിലിയെ 3rd ഫ്ലോറിലേക്ക് കൊണ്ടുപോകും. ആള് പറയും സാഞ്ചി റെഡി ആവുകയാണ്. എത്രയും വേഗം ആളും 3rd ഫ്ലോറിലേക്ക് എത്തും. അത് കേട്ട് റേച്ച് ഷോക്കാവും. ഇവിടെ സാഞ്ചി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഉറപ്പിച്ച് റെഡിയാവും. മറ്റൊരു ഭാഗത്ത് ആ പുട്ടിങ് അവക്കാണെങ്കിൽ സാഞ്ചിയെ കൊല്ലാനുള്ള ആവേശം അത് കൂടി വരികയാണ്. പക്ഷെ സാഞ്ചിയുടെ ബ്ലഡ് അവളുടെ ഡ്രസ്സിലാകുമല്ലോ എന്ന് ഓർത്ത് ചെറിയൊരു ടെൻഷനും നമ്മുടെ പെണ്ണിനുണ്ട്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ബിഗ് മോം ആ ടീമിനെ കാണിക്കും. അവര് ആ ഒരു ടീ പാർട്ടി അതങ്ങനെ ആഘോഷമായിട്ട് ആഘോഷിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.